ചെട്ടിനാടോ അവിടെ എന്തുണ്ട് കാണാൻ എന്ന് ചോദിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് ഏതെങ്കിലും ഒരു മാൻഷനിലേക്കാണ്. 200-300 വർഷങ്ങൾ പഴക്കമുള്ള ഓരോ കൊട്ടാരത്തിൻ്റെയും അകത്തളങ്ങൾക്ക് വാസ്തുവിദ്യയുടെയും ആഡംബരത്തിൻ്റെയും ഒട്ടനവധി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാനാകും. അതിനുശേഷം നിങ്ങൾ പോകേണ്ടത് കാരക്കുടി ആൻറ്റിക് മാർക്കറ്റിലേക്കാണ്. ഈ കൊട്ടാരങ്ങളിലെല്ലാം ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ആവുമ്പോഴേക്കും നിങ്ങൾക്ക് വിശക്കും. അപ്പോൾ നേരെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിക്കണം. നമ്മളിപ്പോൾ കാണുന്നത് കുഴിപ്പണിയാരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു വിഭവമാണ്. ഭക്ഷണ പെരുമയ്ക്ക് പേര് കേട്ടിട്ടുള്ള ചെട്ടിനാടിലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതൊരു നഷ്ടമാകും. ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് അടുത്ത് പോകേണ്ടത് കാരക്കുടിയിലുള്ള അത്താംകുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്താംകുടി ഗ്രാമം പ്രശസ്തമായത് അവിടുത്തെ ടൈൽ മേക്കിങ്ങിലാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടൈൽ അതുണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നിങ്ങൾ കാണുന്നത്. അത്താംകുടിയിൽ ഒട്ടനവധി കുടിൽ വ്യവസായം പോലെ ഇങ്ങനെ ടൈൽ മേക്കിംഗ് നടക്കുന്നുണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒരു കൊച്ചു ഫാക്ടറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരും. വിസിറ്റൊക്കെ ഫ്രീ ആണെങ്കിലും ഇത് നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്ന ആ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുത്താൽ ഒരു സന്തോഷമായിരിക്കും അവർക്ക്. അടുത്ത് നമ്മൾ പോകേണ്ടത് വിൻറ്റേജ് കാർ മ്യൂസിയം കാണാനാണ്. ഇത് കാരക്കുടിയിൽ നിന്ന് കുറച്ച് മാറിയുള്ള സ്ഥലത്താണ്. നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പോകുന്നതായിരിക്കും ഉചിതം. ഇത് കാണാനായിട്ട് നമുക്ക് 100 രൂപ എൻട്രി ഫീസുണ്ട്. ഇത്രയും ആവുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിക്കും. ഇനി നമ്മൾ പോകേണ്ടത് രാത്രി ചെലവഴിക്കാനായിട്ട് ഏതെങ്കിലും റിസോർട്ടായിട്ട് പരിണമിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചെട്ടിനാട് മാൻഷനിലേക്കാണ്. നമ്മൾ ഇവിടുത്തെ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ചെട്ടിനാട് പാലസിൽ ഏതിലെങ്കിലും തന്നെ നമ്മൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ റിസോർട്ടായി മാറിയിട്ടുള്ള ഒരു ചെട്ടിനാട് കൊട്ടാരത്തിലാണ്. 2ാം ദിന കാഴ്ചകൾക്ക് കാത്തിരിക്കാം.